മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ സ്നേഹമുള്ളവരെ, പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു നല്ല സുദിനം കൂടി നല്ലവനായ കർത്താവ് നമുക്കായി നൽകിയിരിക്കുകയാണ്. ഈ സുദിനത്തിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കുവാൻ, അവിടുത്തെ വചനം കേൾക്കുവാൻ അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഈ ദിവസത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും, നമ്മുടെ സംരംഭങ്ങളും, നമ്മുടെ പ്രവർത്തനങ്ങളും, നമ്മുടെ അധ്വാനങ്ങളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. ഇന്നേ ദിവസം ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കമുള്ളതാക്കി തീർക്കാം. പ്രഭാത വിരുന്നിൻ്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയായി ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ആ അമ്മയുടെ സഹായം നമുക്കിപ്പോൾ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആയതിനാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അഗ്നിനാളമായി അപ്പസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആ വചനം ഞങ്ങളുടെ പാതകളിൽ വിളക്കായി പ്രശോഭിക്കുമാറാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ ഈ പ്രഭാത വിരുന്ന് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം. പ്രഭാത വിരുന്നിൽ നാം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അവരെ ഉയർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ ആനയിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. നൂനിൻ്റെ മകനായ ജോഷുവ ഷിത്തീമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ, പ്രത്യേകിച്ച് ജെറീക്കോ. അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചു. നാട് ഒറ്റുനോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീക്കോ രാജാവിന് അറിവ് കിട്ടി. അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക,
അവർ ദേശം ഉറ്റുനോക്കാൻ വന്നവരാണ്. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, ഏതാനും പേർ ഇവിടെ വന്നു എന്നത് വാസ്തവം തന്നെ. എന്നാൽ അവർ എവിടുത്തുകാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്കറിഞ്ഞുകൂടാ. വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം. അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവുവരെ അവരെ തിരഞ്ഞു. അന്വേഷകർ പുറത്തു കടന്ന ഉടനെ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു. ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം സ്വന്തമാക്കുവാനുള്ള യാത്രാമധ്യേ ജെറീക്കോ പട്ടണം കടന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ജെറീക്കോ പട്ടണം എപ്രകാരമാണ്, എങ്ങനെ അതിനെ കീഴ്പ്പെടുത്താം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ജോഷുവ 2 ചാരന്മാരെ അയക്കുകയാണ്. ആ ചാരന്മാർ ജെറീക്കോയിലേക്ക് ചെല്ലുമ്പോഴുള്ള സംഭവമാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു കേട്ടത്. ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ജോഷുവയുടെയും ഇസ്രായേൽക്കാരുടെയും ലക്ഷ്യം. ദൈവമായ കർത്താവ് അതിന് അവരെ സഹായിച്ചു. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽക്കാരുടെ നേതാവായ ജോഷുവ 2 ചാരന്മാരെ ആ ദേശം എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ജെറീക്കോയിലേക്ക് അയച്ചു. അവരാകട്ടെ റാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യാ സ്ത്രീയുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അവളെക്കുറിച്ച് തിരുവചനം പറയുക, ജെറീക്കോ പട്ടണത്തിൻ്റെ വലിയ മതിലിനോട് ചേർന്ന്, ആ പുറമ്പോക്ക് മതിലിനോട് ചേർന്ന് പുറമ്പോക്ക് സ്ഥലത്താണ് ഇവൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, ജെറീക്കോയിലെ മുഖ്യ ജനതകൾ താമസിക്കുന്ന പ്രധാന സ്ഥലത്തിനെല്ലാം പുറമ്പോക്കിൽ അവഗണിക്കപ്പെട്ടവളായിട്ടാണ് റാഹാബ് താമസിക്കുക. സമൂഹത്തിൽ വേണ്ടത്ര സ്ഥാനമോ പരിഗണനയോ അംഗീകാരമോ ലഭിക്കാതെ പുറമ്പോക്കിൽ അവഗണിക്കപ്പെട്ടവളായി കഴിയുന്ന റാഹാബിൻ്റെ പക്കലേക്കാണ് ഈ ചാരന്മാർ എത്തിച്ചേരുന്നത്. റാഹാബ് അവരെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവരെ സഹായിച്ചു. ജെറീക്കോ രാജാവ് ഇതറിഞ്ഞു. ഇസ്രായേലിൽ നിന്നും രാജ്യം ഉറ്റുനോക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അവരെ പിടികൂടുവാൻ വന്നപ്പോൾ വളരെ തന്ത്രപൂർവ്വം റാഹാബ് ഈ ചാരന്മാരെ ഒളിപ്പിച്ചു. അവരിവിടുന്ന് പോയി എന്ന് പറഞ്ഞ് അന്വേഷകരെ പറഞ്ഞയച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് നമുക്ക് കൂടുതൽ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും. റാഹാബ് അവരെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, റാഹാബ് അവരെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിഞ്ഞിരുന്നു. ദൈവമായ കർത്താവാണ്, യഹോവയായ ദൈവമാണ് അവരെ തൻ്റെ പക്കലേക്ക് അയച്ചത് എന്നും ജെറീക്കോ പട്ടണം ഇസ്രായേൽക്കാർ പിടിച്ചടക്കുമെന്നും ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നും ദൈവമായ കർത്താവാണ് അവരെ നയിക്കുന്നത് എന്നുമുള്ള സത്യം റാഹാബ് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സംരക്ഷണം നൽകിയത്. ജെറീക്കോ പട്ടണം നശിക്കാൻ പോവുകയാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ കൂടെ യഹോവയായ ദൈവമുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ജെറീക്കോയിലെ രാജാവിനോ ജനങ്ങൾക്കോ കണ്ടെത്താൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത വലിയൊരു സത്യത്തെ അറിയാൻ സാധിച്ചവളാണ് റാഹാബ് എന്ന് പറയുന്ന വേശ്യ. സമൂഹത്തിൻ്റെ മുൻപിൽ അവൾക്ക് വിലയില്ല, അവൾക്ക് സ്ഥാനമാനങ്ങളില്ല, പേരില്ല, പെരുമയില്ല. അവഗണിക്കപ്പെട്ടവളും ഒറ്റപ്പെട്ടവളും ഉപേക്ഷിക്കപ്പെട്ടവളുമായ ഈ റാഹാബിനാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ ചാരന്മാരെ സ്വീകരിച്ചത്, അവരെ സംരക്ഷിച്ചത്. ഒടുവിൽ ഈ ചാരന്മാർക്ക് സംരക്ഷണം നൽകി രാജ്യമെല്ലാം ഉറ്റുനോക്കി വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഈ ചാരന്മാർ അവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ റാഹാബ് അവരോട് പറയുന്നുണ്ടൊരു കാര്യം: ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു, ദൈവമായ കർത്താവാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ വീണ്ടും വന്ന് ഈ ജെറീക്കോ പട്ടണം കീഴടക്കുകയും ഇതിനെ നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ സംരക്ഷിക്കണം.
നിങ്ങളുടെ ആപത്ത് ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകി. ആയതിനാൽ വരുന്ന വലിയ ആപത്തിൽ ഇസ്രായേൽ ജന യുദ്ധവുമായി കടന്നു വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ കനിവുണ്ടാകണം എന്നതാണ് അവൾ അപേക്ഷിച്ചത്. ആ ചാരന്മാർ അവൾക്ക് ഉറപ്പ് കൊടുത്തു. ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് കടന്നു വരുമ്പോൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കും. ആയതിനാൽ നീ നിന്റെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും എല്ലാവരെയും നിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടുക. ഈ ഭവനത്തെയും ഈ ഭവനത്തിലുള്ളവരെയും ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കുകയില്ല. ഈ ഭവനത്തിന് പുറത്താരെങ്കിലും കടന്നാൽ അവർ വധിക്കപ്പെടും. റാഹാബും കുടുംബാംഗങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. ജെറീക്കോ പട്ടണം തകർക്കപ്പെടുന്നു. ഇസ്രായേൽ ജനത ജെറീക്കോ പട്ടണം പിടിച്ചടക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ആർക്കും വേണ്ടാത്തവളായി ഉപേക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു റാഹാബ്. എന്നാൽ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, ആ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ടു. മറ്റ് സകല മനുഷ്യരെയും ജീവൻ അവസാനിപ്പിച്ചപ്പോൾ, ജെറീക്കോ പട്ടണം മുഴുവൻ തകർത്ത് തരിപ്പണമായപ്പോൾ ദൈവമായ കർത്താവ് അവളെയും അവളുടെ കുടുംബത്തെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്നവർ, അവഗണിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, തഴയപ്പെട്ടവർ കർത്താവിൽ ആശ്രയിച്ചാൽ, അഭയം തേടുമ്പോൾ ദൈവമാണ് അവരെ കൈപിടിച്ച് നയിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അവരെ കൈപിടിച്ച് നയിക്കുകയും ചെയ്യും എന്നുള്ള സത്യത്തെ ഇവിടെ റാഹാബ് നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴായിട്ട് നമുക്കിത് കാണുവാൻ കഴിയും. ദൈവം സമൂഹത്തിൽ വില കുറഞ്ഞവരെ, താഴേക്കിടയിൽ കിടക്കുന്നവരെ, കുറവുകളും വൈകല്യങ്ങളും ഉള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന സംഭവങ്ങൾ ധാരാളമാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തത് മോശയാണ്. കഴിവുണ്ടായിരുന്നിട്ടല്ല, വിക്കനായിരുന്നു, സംസാരിക്കാൻ പാഠവുമില്ലായിരുന്നു, കഴിവില്ലായിരുന്നു, ബലഹീനനായിരുന്നു. എന്നിട്ടും ദൈവം അവനെ തിരഞ്ഞെടുത്തു, അവനെ കഴിവുകളാൽ നിറച്ചു, വലിയൊരു നേതാവാക്കി ദൈവം അവനെ ഉയർത്തി. ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ വലിയ വരൾച്ച ഉണ്ടായപ്പോൾ ആ ഏലിയ പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് നിയോഗിച്ചത് ഒരു വിധവയെയാണ്. സറേഫാത്തിലെ വിധവയുടെ പക്കലേക്കാണ് ഏലിയ അയക്കപ്പെട്ടത്. ആരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു മനുഷ്യന് സഹായത്തിനില്ലാതെ അവളും അവളുടെ ഒരു മകനും കൂടെ അവിടെ ജീവിക്കുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങളിലേക്ക് ഇസ്രായേൽ ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന് ഏലിയ പ്രവാചകൻ അരുളി ചെയ്തു. അതുപോലെ കടുത്ത വരൾച്ച വന്നു, സർവത്ര ദാരിദ്ര്യവും പട്ടിണിയുമായി. എന്നാൽ ഈ വിധവ ഏലിയ പ്രവാചകനെ സ്വഭവനത്തിൽ സ്വീകരിച്ച് തനിക്കുണ്ടായിരുന്ന ഭക്ഷണം അല്പം മാത്രമുള്ളത് അവന് കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവമായ കർത്താവ് അവളെ പരിഗണിച്ചു, പരിപാലിച്ചു. ഒരിക്കലും തീർന്നു പോവാത്ത വിധം അവൾക്ക് ഭക്ഷണത്തിലുള്ള മാവുണ്ടായിരുന്നു, എണ്ണയുണ്ടായിരുന്നു. തീരുംതോറും പാത്രം നിറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടിണി കിടന്ന മരണത്തെ അഭിമുഖം കണ്ടപ്പോൾ ദൈവത്താൽ പരിരക്ഷിക്കപ്പെട്ടവളായി ഈ വിധവ മാറി. സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ളവർ, അവഗണിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, അവരെ ദൈവമായ കർത്താവ് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ സമൂഹത്തിൽ താഴേക്കടയിൽ കിടന്നവരായിരുന്നു. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, പത്രോസിനെ തിരഞ്ഞെടുത്തത് സമൂഹത്തിലെ താഴേക്കടയിലെ മുക്കുവനായിട്ടായിരുന്നു. ദൈവം അവരെ ഉയർത്തി വളർത്തി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒത്തിരി പേര് അവഗണിക്കപ്പെട്ടവരായി കാണാൻ കഴിയും, ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് കാണാൻ കഴിയും. അവരെ കൂടി പരിഗണിക്കുവാനും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ഒരു മനോഭാവമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും പരിഗണിക്കുവാൻ, അംഗീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആദരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ ചിലപ്പോഴെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ തഴയപ്പെട്ടേക്കാം, ഉപേക്ഷിക്കപ്പെട്ടേക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവഗണനയും നിന്ദനവും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ
സമൂഹത്തിൽ താഴേക്കടിയിലേക്ക് നമ്മൾ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ പരിഗണിക്കാതെ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒഴിവാക്കുമ്പോൾ, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കേണ്ടതില്ല, ആകുലരാകേണ്ടതില്ല, ഉത്കണ്ഠപ്പെടേണ്ടതില്ല, നിരാശരാവേണ്ടതില്ല. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക, ആ യേശുവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. അവിടുന്ന് നമ്മുടെ കരം പിടിച്ച് നയിക്കും. എല്ലാവിധ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കരുത്ത് നൽകും. അവിടുന്ന് നമ്മെ അനുദിനം കൈപിടിച്ച് ഉയർച്ചയിലേക്ക്